നിങ്ങൾക്ക് ഇതുപോലെ പെറ്റി വന്ന് കിടക്കുവാണോ? പെറ്റി വന്നിട്ട് മാസങ്ങളും വർഷങ്ങളും ഇപ്പോഴത്തെ നിയമപ്രകാരം പെറ്റി കിട്ടി 90 ദിവസത്തിനകം പെറ്റി അടച്ചിട്ടില്ലെങ്കിൽ അത് പറഞ്ഞ് കോർട്ടിൽ പോവുകയും പിന്നെ കോർട്ടിൽ ചെന്ന് അടയ്ക്കാനുള്ളതൊക്കെ മെനക്കേടുള്ളതാണ്. ഇപ്പോൾ 500 രൂപ പെറ്റി ആണെങ്കിലും കോർട്ടി അടച്ച് വക്കീലിൻ്റെ ഫീ എല്ലാം കൂടെ 10,750 വരും. പിന്നെ 500 ആയാലും 1000 ആയാലും 3 മാസമായ പെറ്റി ആയാലും 3 വർഷമായ പെറ്റി ആയാലും അടയ്ക്കാനൊരു ഓപ്ഷനുണ്ട്. കോടതി പോകേണ്ട ആവശ്യമേ ഇല്ല. എൻ്റെ വണ്ടിക്ക് 2023 അടിച്ചൊരു പെറ്റി ഉണ്ടായിരുന്നു. വണ്ടി സെയിൽ ചെയ്യാൻ കൊടുത്തപ്പോഴാണ്, വണ്ടി പേര് മാറാൻ കൊടുത്തപ്പോഴാണ് ഈ പെറ്റി ഞാൻ കണ്ടത് തന്നെ. അപ്പോൾ പേപ്പറോ കാര്യങ്ങളോ ഒന്നും വീട്ടിലൊന്നും വന്നതോ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഈ പേര് മാറാൻ കൊടുത്തപ്പോഴാണ് പേര് മാറണമെങ്കിൽ ഇത്ര രൂപ പെറ്റി ഉണ്ടെന്ന് പറഞ്ഞ് അടയ്ക്കാൻ വന്നത്. അപ്പം ഈ 3 വർഷമായതുകൊണ്ട് തന്നെ കോർട്ടിൽ ചെന്ന് അടയ്ക്കണമെന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ചിരുന്ന് വണ്ടി വിൽക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു വേറെ ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ആ ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് ഓഫീസിൽ പോവുക, ക്രൈം ഡിവിഷനിൽ കയറുക, വണ്ടിയുടെ നമ്പർ പറഞ്ഞു കൊടുക്കുക, പെറ്റി അടയ്ക്കാനെന്ന് പറയുക, കയറി ചെല്ലുക. ഇപ്പോൾ നമ്മൾ പെറ്റി അടയ്ക്കാൻ പോകുന്ന സമയത്ത് പെറ്റി അടയ്ക്കാൻ പൈസ ഇല്ലെങ്കിൽ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അവർ 7 ദിവസത്തേക്ക് കോടതി ഇതിലൂടെ ആക്കി തരും. അക്ഷയ സെൻറ്റർ വഴി ഓൺലൈൻ വഴി അടയ്ക്കുന്ന രീതി ആക്കി തരും. അപ്പോൾ 7 ദിവസത്തിനുള്ളിൽ അടച്ചാൽ മതിയാവും. പിന്നെ വേറെ കാര്യങ്ങൾ എക്സ്ട്രാ ഫൈനോ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല. കോടതി പോകേണ്ട ആവശ്യമില്ല. വർഷങ്ങളായിട്ട് ഇപ്പോഴും അടയ്ക്കായിട്ടിരിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ അയച്ചു കൊടുക്കും.